ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ മാമ്പഴ പെരക്ക് എന്ന് പറയും. മാമ്പഴ പെരക്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മാങ്ങയാണ്. കുറച്ച് പുളിയോട് കൂടിയിട്ടുള്ള ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്, പഴുത്ത മാങ്ങ. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വറ്റൽമുളക്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ വറ്റൽമുളകൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്, ഗ്യാസിൻ്റെ മുകളിൽ. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വറ്റൽമുളക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 3 മാമ്പഴം എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട് വറ്റൽമുളക്. ഇതൊന്ന് ചൂടായിട്ടാകുമ്പോൾ നമുക്കിത് തേങ്ങയുടെ കൂടെ മിക്സിയിലിട്ടിട്ട് അരച്ചു കൊടുക്കണം. ഞാൻ വറ്റൽമുളക് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മാമ്പഴത്തിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്നിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള തേങ്ങ അരക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിന് ഈ വറ്റൽമുളകും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ കടുക് ഇട്ടിട്ട് ഒന്നുകൂടെ അരക്കണം. കടുക് ആദ്യമേ ഇട്ട് അരക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറി കയ്ക്കും. നമ്മുടെ മാമ്പഴപ്പെരക്കിന് ഭയങ്കര കയ്പ്പായിരിക്കും. ആദ്യം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കടുക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കടുക് ഒറ്റയടി, പിന്നെ കൂടുതൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല. അപ്പോൾ അത് ഫുൾ അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറി കഴിക്കും. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാം. ഈ കടുക് കണ്ടോ, ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്, അല്ലാണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടില്ല. കടുക് തേങ്ങയും മുളകും മാത്രമേ നന്നായിട്ട് അരഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇത് ചേർക്കുകയാണ്. ഞാൻ തേങ്ങ മുഴുവൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ബാക്കി മിക്സിയിലുണ്ടായിരുന്ന തേങ്ങേൻ്റെ അകത്ത് ഇത്രയും വെള്ളം കഴുകിയിട്ടുണ്ട്, ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, നല്ല എരിവുണ്ട്. ആ കടുകിൻ്റെയും കൂടെ ടേസ്റ്റ് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് മാമ്പഴപ്പെരക്ക്. കടുകാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുകില്ല, അതേപോലത്തെ ഒരു ടേസ്റ്റ് കിട്ടും. പക്ഷെ നമ്മളിതിൽ തൈര് ഒഴിക്കുന്നില്ല എന്നേ ഉള്ളൂ, കാരണം മാങ്ങയുടെ പുളി ഉണ്ടല്ലോ. മാമ്പഴപ്പെരക്ക് റെഡിയായി, അത്രയേ ഉള്ളൂ. അതിനെ അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ കുറച്ച് കടുക് അതിനകത്തോട്ട് ചാലിക്കണം. അത് ഞാൻ കുറച്ച് എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഞാൻ അതിനകത്ത് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മാമ്പഴപ്പെരക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് മാമ്പഴം കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. താങ്ക് യു എവരിവൺ.